ഭഗവതേ വാസുദേവായ. ഏവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയത്തിലെ 31-ാം ദശകം ആരംഭിക്കുകയാണ്. ഇത് വാമനന്റെ ത്രിവിക്രമ രൂപത്തെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. 1-ാമത്തെ ശ്ലോകം. പ്രീത്യാ ദൈത്യസ്തവ തനുമഹ പ്രേക്ഷണാത് സർവഥാപി താമാരാധ്യന്നജിത രജയന്നഞ്ജലിം സഞ്ജഗാദ. മത്തക്കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ. ഭഗവാന്റെ പാദതീർത്ഥം മൂർധാവിലണിഞ്ഞ ഭാഗ്യവാനായ ആ മഹാബലി തൻ്റെ മുന്നിലെത്തിയ വാമനമൂർത്തിയുടെ ശരീരത്തിൻ്റെ തേജസ് കണ്ട് ഈ വടു എല്ലാ തരത്തിലും പൂജിക്കപ്പെടേണ്ടവനാണ് എന്ന് തീരുമാനിച്ചു. കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹം വാമനമൂർത്തിയോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ബ്രാഹ്മണകുമാര, അങ്ങ് എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ധനമോ ഭക്ഷണമോ ഭവനമോ അതോ ഭൂമിയോ? എന്തു തന്നെ ആയാലും ഞാൻ അങ്ങേക്ക് ദാനം ചെയ്യാം, അല്ലെങ്കിൽ ദാനം ചെയ്യുന്നു. ഇവിടെ കരുതിക്കൂട്ടി അല്ലെങ്കിലും മഹാബലി പറയുന്നത് സർവം പ്രദാസ്യേ എന്നാണ്. എല്ലാം എൻ്റെ കയ്യിലുള്ള എല്ലാം തന്നെ താനും തൻ്റെ അഹന്തയും ഉൾപ്പെടെ എല്ലാം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് കരുതിക്കുട്ടി അല്ലെങ്കിൽ പോലും അദ്ദേഹം പറയുകയാണ്. പ്രീത്യാദൈത്യസ്തവതനുമഹ പ്രേക്ഷണാത് സർവദാപി താമാരാധ്യന്നജിതരജയന്നഞ്ജലിം സഞ്ജഗാദ. മത്തക്കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനം അവനീം വാപി സർവം പ്രദാസ്യേ. താമക്ഷീണം ബലിഗിരമുപാകർണ്യ കാരുണ്യപൂർണോപി അസ്യോത്സേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ. ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിതത്വം സർവം ദേഹേദിതു നിഗദിതേ കസ്യ ഹാസ്യം ന വാ സ്യാത്. ഊർജസ്വലമായ ആ ബലിവാക്യത്തെ കേട്ടിട്ട് കാരുണ്യപൂർണനാണെങ്കിലും ഇവന്റെ ഗർവം ഒന്ന് ശമിപ്പിക്കണമെന്ന് കരുതി ഭഗവാൻ ദൈത്യവംശത്തെ പ്രശംസിക്കുന്നവനായിട്ട് 3 അടി കൊണ്ട് അളക്കാവുന്ന ഭൂമിയെ മാത്രം മതിയെന്ന് അഭ്യർത്ഥിച്ചു. ബ്രഹ്മചര്യ നിയമങ്ങളനുസരിച്ച് അത്യാവശ്യമുള്ളതിലേറെ സ്വീകരിക്കാൻ ഒരു ബ്രഹ്മചാരിക്ക് അവകാശമില്ല. എല്ലാം സ്വീകരിക്കാൻ തന്നെയാണ് ഭഗവാന്റെ പുറപ്പാട്. ചോദിക്കാതെ തന്നെ എല്ലാം തരുന്നു എന്ന് ബലി പറയുകയും ചെയ്തു. ആ വാക്ക് സത്യമാക്കേണ്ടത്
ഭഗവാന്റെ കടമയുമാണ്. എല്ലാം തരിക എന്ന് പറഞ്ഞാൽ അത് ഒരുതരം പരിഹാസ രൂപത്തിലുള്ള കാര്യമാവും അല്ലേ? ഒരു ബ്രഹ്മചാരിക്ക് എന്തിനാണ് ഒരു രാജ്യം തന്നെ ചോദിക്കാൻ പാടുണ്ടോ? ഇല്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ബ്രഹ്മചാരിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ നിവൃത്തിയില്ല. പിന്നെ എന്ത് വേണം? ദേവന്മാരുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നിറവേറ്റുകയും വേണം. എല്ലാം കണക്കാക്കിയാണ് ഭഗവാൻ 3 അടി മണ്ണ് മാത്രം അഭ്യർത്ഥിച്ചത്. താമക്ഷീണം ബലിഗിരം ഉപാകർണ്യ കാരുണ്യപൂർണോവി അസ്യോത്സേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയപരിമിതം പ്രാർത്ഥയാമാസിതത്വം സർവം ദേഹീതിതു നിഗദിതേ കസ്യാസ്യം നവാസ്യാത്. മുപ്പത്തൊന്നാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം. വിശ്വേശം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനേത്യാലപത്വം സതൃപ്യന് യസ്മാദ്ദർപ്പാത് ത്രിപദപരിപൂർത്യക്ഷമ ക്ഷേപവാദാൻ ബന്ധം ച സാവഗമദ ദർഹോപി ഗാഠോപശാന്തി. വിശ്വങ്ങൾക്കെല്ലാം ഈശ്വരനാണ് ഞാൻ അല്ലേ? 3 ലോകങ്ങളുടെയും അധിപനാണ് ഇപ്പോൾ മഹാബലി. എന്നോട് ഈ 3 അടി മാത്രം എന്തുകൊണ്ടാണ് അങ്ങ് യാചിക്കുന്നത്? അത് ബാലിശമല്ലേ? ഭൂമി മുഴുവനും ആവശ്യപ്പെട്ടുള്ളൂ. 3 അടി മണ്ണുകൊണ്ട് എന്താണ് കാര്യം? ഇപ്രകാരം അഹങ്കാരത്തോടെ പറഞ്ഞ ആ മഹാബലി തൻ്റെ ഗർവ് കൊണ്ട് മഹാബലിക്ക് ഈ 3 അടി പൂർത്തിയാക്കാൻ ശക്തിയില്ലാത്തവനായി നിന്ദാവാക്കുകളെയും ബന്ധനത്തെയും അദ്ദേഹം അത് അർഹിക്കുന്നില്ലെങ്കിലും അനുഭവിക്കേണ്ടി വന്നു. ദാനശീലനും ധർമ്മിഷ്ഠനും സത്കുലജാതനുമായ, അതുപോലെ സർവോപരി ഭഗവാന്റെ ഭക്തനുമായ മഹാബലി ബന്ധനമോ നിന്ദയോ ഒന്നും അർഹിക്കുന്നില്ല. അഹങ്കാരമാണ് മഹാബലിക്ക് ക്ലേശകാരണമായത്. ആ അല്പമാത്രമായ അഹങ്കാരം കൂടി നശിപ്പിക്കുക എന്നതായിരുന്നു ഇവിടെ ഭഗവാന്റെ ഉദ്ദേശം. വിശ്വേശം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവം ഭൂമിം വൃണു കിമമുനേത്യാലപത്വം സതൃപ്യന് യസ്മാദ്ദർപ്പാത് ത്രിപദപരിപൂർത്യക്ഷമ ക്ഷേപവാദാൻ ബന്ധം ച വാസൗഗ അഗമദദർഹോപി ഗാഠോപശാന്തി. മുപ്പത്തിയൊന്നാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം. പാദത്രയ്യായതിന മുദിതോ വിഷ്ടപൈർനാപി തുഷ്യേത് ഇത്യുക്തേസ്മിൻ വരദ ഭവദോ ധാതു കാമേധതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാർത്ഥം മാമാ ദേയം ഹരിരയമിതി വ്യക്തമേവാഭാഷേ. 3 കാലടി കൊണ്ട് സന്തോഷിക്കാത്ത ഒരാളാണെങ്കിൽ മുഴുവൻ ലോകങ്ങളാലും സന്തോഷിക്കുകയില്ല.
എത്ര കിട്ടിയാലും സന്തോഷിക്കില്ല. ഇപ്രകാരം ഭഗവാൻ മഹാബലിയോട് പറഞ്ഞു. അതുകൊണ്ട് മഹാബലി വിചാരിച്ചു, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. പിന്നീട് ഉദകപൂർവം ദാനം ചെയ്യാൻ അദ്ദേഹം ഒരുങ്ങി. ദാനകർമ്മത്തിൻ്റെ ആദ്യ ചടങ്ങാണ് വെള്ളം കയ്യിലൊഴിച്ച് ഞാൻ ഇന്ന് ദാനം ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ്. അങ്ങനെ ഉദകപൂർവം ദാനം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അസുര ഗുരുവായ ശുക്രാചാര്യന് മനസ്സിലായി ഇത് ശരിയല്ല, ആള് വേറെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് അരുത് കൊടുക്കരുത്, ഈ വന്നിരിക്കുന്നത് വെറുമൊരു ബ്രഹ്മചാരിയല്ല, സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്, ഹരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മഹാബലിയെ തടഞ്ഞു. പാദത്രയ്യ യദിനമുദിതോ വിഷ്ടഭേർനാഭി തുഷേദിത്യുക്തേസ്മിൻ വരദ ഭവതേ ധാതുകാമേധതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാത്തം മാമാദേയം ഹരിരയമിതി വ്യക്തമേവ ബഭാഷേ. 31-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം. യാചത്യൈവം യദി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യൈഃ വിന്ധ്യാവല്യാ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമഭി സപ്രാപ്രയത്തോയ പൂർവം. മഹാബലിയുടെ ആ മഹാത്മ്യമാണ് ഈ ശ്ലോകത്തിൽ നാം കാണുന്നത്. സർവേശ്വരനായ ആ ഭഗവാൻ എന്നോട് യാചിക്കുകയാണെങ്കിൽ അതിലും വലിയ എന്ത് ഭാഗ്യമാണ് എനിക്കുണ്ടാകാനുള്ളത് അല്ലേ? ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന ആ ഭഗവാൻ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് 3 അടി മണ്ണ്. ഇനി അഥവാ സർവവും വേണമെന്ന് പറഞ്ഞില്ലെങ്കിലും കൂടി ഞാനത് മുഴുവൻ നൽകാൻ എനിക്ക് ഒരു ഭാഗ്യമായി കരുതുന്ന ആളാണ് ഞാൻ പൂർണ്ണ കാമനായിരിക്കുന്നു, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായിരിക്കുന്നു. അങ്ങനെയുള്ള ഞാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത് കൊടുക്കുക തന്നെ ചെയ്യും എന്ന് മഹാബലി ഉറപ്പിച്ചു പറഞ്ഞു. തന്നെ ധിക്കരിച്ച് മഹാബലിയെ ശുക്രമഹർഷി ശപിച്ചു. ശ്രീ ഭ്രംശം വരട്ടെ നിനക്ക്, എൻ്റെ ഐശ്വര്യമെല്ലാം പോട്ടെ. എന്നാൽ മഹാബലി തൻ്റെ അഭിപ്രായത്തിൽ നിന്ന് മാറിയില്ല. അദ്ദേഹം തൻ്റെ പത്നിയായ വിന്ധ്യാവലിയെ വിളിച്ചു. ഭർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് വിന്ധ്യാവലി ജലം കൊണ്ടുവന്ന് ഭഗവാന്റെ പാദങ്ങൾ കഴുകി. അതിനുശേഷം ബലി തൻ്റെ സർവസ്വവും ഉദകപൂർവമായി ഭഗവാന് ദാനം ചെയ്തു. ഭക്തനായ മഹാബലിയുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് എന്ത് പറയാനാണ്? വിചിത്രം, ചിത്രം, ചിത്രം, ആശ്ചര്യം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാണ് കവി പറയുന്നത്. യാചത്യേവം യദി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യ വിന്ധ്യാവല്യാ നിജദൈതയാ ദത്ത പാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമഭി പ്രാർപ്പയത്തോയ പൂർവം. 31-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം. നിസ്സന്ദേഹം ദിതികുലപദൗ ത്വയ്യശേഷാർപ്പണം
വ്യാധന്വാനേ മുമുചുരുഷയ സമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തലിതം പശ്യതാം വിശ്വഭാജ ഉച്ചൈരുച്ചൈരവൃതവതീകൃത്യ വിശ്വാണ്ഡ ഭാണ്ഡം. ഗുരുവിൻ്റെ ഉപദേശം അവഗണിച്ചുകൊണ്ട് മഹാബലി ഉദകപൂർവം സർവസ്വവും ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണ്. അലോകസാധാരണമായ ത്യാഗത്തിൻ്റെ ഈ ആവിഷ്കാരം ലോകത്തെ ആകെ അത്ഭുതപ്പെടുത്തി. ദേവന്മാരും മഹർഷിമാരും പുഷ്പവൃഷ്ടി ചെയ്ത് ഈ കർമ്മത്തെ അഭിനന്ദിച്ചു. ഈ ഘട്ടത്തിൽ ഭഗവാന്റെ വടരൂപം പൊടുന്നനെ മാറി. അത് വലുതാകാൻ തുടങ്ങി. ലോകം അത്ഭുത പരതന്ത്രരായി നോക്കി നിൽക്കെ ആ രൂപം ബ്രഹ്മാണ്ടത്തോളം വളർന്നു. നിസ്സന്ദേഹം ദിതികുലപദൗ ത്വയ്യശേഷാർപ്പണം തദ് വ്യാധന്വാനേ മുമുചുരുഷയ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജ ഉച്ചൈരുച്ചൈരവൃതവതീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. 31 ദശകത്തിലെ 7ാമത്തെ ശ്ലോകമാണിന്ന്. ഭഗവാന്റെ ത്രിവിക്രമ രൂപമാണിവിടെ പരാമർശിക്കുന്നത്. ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോദ്ഭവോസൗ കുണ്ഡീതോയൈരസിജത അപുനാദ്യജ്ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനനൃതേ ഖേജരൈരുത്സവേസ്മിൻ ഭേരീം നിഘ്നൻ ഭുവനമജരത് ജാംബവാൻ ഭക്തിശാലി. ബ്രഹ്മാണ്ഡ വേദിയായ ത്രിവിക്രമ രൂപം കൈക്കൊണ്ട് ഭഗവാൻ വളർന്നു. ഒരു കാലടി കൊണ്ട് അധോലോകങ്ങളെല്ലാം അളന്നു. മുകളിലുള്ള 7 ലോകങ്ങളെയും അളക്കാനായി ഭഗവാൻ കാലുയർത്തി. ലോകസീമകളെ അതിവർത്തിക്കുന്ന ദിവ്യമായ ആ പാദാഗ്രം ബ്രഹ്മാവിൻ്റെ ആസ്ഥാനമായ സത്യലോകത്തെത്തി. മുകളിലുള്ള 7 ലോകല്ലേ, ഈ 14 ലോകം എന്നല്ലേ നമ്മൾ പറയുക. താഴെയുള്ള 7 ലോകങ്ങൾ കഴിഞ്ഞു. ഇനി മുകളിലുള്ള 7 ലോകങ്ങളും അടുത്ത കാലടി കൊണ്ട് അളക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പാദാഗ്രം ബ്രഹ്മാവിൻ്റെ ആസ്ഥാനമായ സത്യലോകത്ത് എത്തിയിരിക്കുകയാണ്. ബ്രഹ്മാവ് നിന്തിരുവടിയിലെ പാദാഗ്രത്തെ തൻ്റെ കമണ്ഡലൂലെ ജലം കൊണ്ട് കഴുകി. ഭഗവാന്റെ പാദസ്പർശമുണ്ടായ കമണ്ഡലൂലെ ജലം തീർത്ഥമായി സ്വർഗംഗയായി തീർന്നു എന്ന് പറയുന്നു. പിൽക്കാലത്ത് ഗംഗ എല്ലാ ലോകങ്ങളിലും എത്തി സർവ ലോകത്തെയും പരിശുദ്ധമാക്കി തീർത്തു. ഈ മഹോത്സവത്തിൽ ദേവന്മാരും സിദ്ധന്മാരും അപ്സരസുകളും അതുപോലെ എല്ലാ ആകാശചാരികളും സന്തോഷ നിമിത്തം വളരെ നേരം നൃത്തം ചെയ്തു. ബ്രഹ്മാവിൻ്റെ പുത്രനും ഭക്തനുമായ ജാംബവാൻ ഈ വിജയത്തെ ആഘോഷിക്കുന്നതിന് പെരുമ്പറ മുഴക്കിക്കൊണ്ട് സർവ്വലോകങ്ങളെയും 21 തവണ പ്രദക്ഷിണം ചെയ്തു എന്ന് ഭാഗവതത്തിൽ പറയുന്നു. ഇത് രാമായണത്തിലും സൂചിപ്പിക്കുന്നുണ്ട്. ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോദ്ഭവോസൗ കുണ്ഡീതോയൈരസിജതപുനാദ്യജ്ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനനൃതേ ഖേചരൈരുത്സവേസ്മിൻ
പേരീം നിഘ്നൻ ഭുവനമചരത് ജാംബവാൻ ഭക്തിശാലി. 31-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകമാണിന്ന്. താവത്തൈത്യാസ്ത്വനുമതിമൃതേ ഭർത്തുരാരബ്ധയുദ്ധ ദേവോപേതൈർഭവദനുജരൈ സംഗതാഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ധിതാസ്മ കിം വോ യുദ്ധൈരിതി ബലിഗിരാത്തേഥ പാതാളമാപുകു. ഇത് കണ്ട ദൈത്യന്മാർക്ക് ഭഗവാന്റെ ഒരു ചെറിയ ചതി മനസ്സിലായി. അവര് മഹാബലിയുടെ അനുവാദം കൂടാതെ തന്നെ യുദ്ധം ആരംഭിച്ചു. ദേവന്മാരോട് കൂടിച്ചേർന്ന നിന്തിരുവടിയിലെ അനുചരന്മാരോട് ഏറ്റുമുട്ടി. പക്ഷേ എന്താ ഉണ്ടാവുക? അവർ പരാജയപ്പെട്ടു. അപ്പോൾ മഹാബലി പറഞ്ഞു, കാലരൂപിയായ ഈ ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആനുകൂല്യം കൊണ്ടാണ് മുൻപ് നാം യുദ്ധത്തിൽ ജയിച്ചത്. ഇപ്പോൾ കാലം നമുക്ക് അനുകൂലമല്ല, ദേവന്മാർക്കാണ് അനുകൂലം. അതുകൊണ്ട് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് ഒരു ഫലവുമില്ല എന്ന് പറഞ്ഞു. ഈ ഉപദേശം കേട്ട് ദൈത്യന്മാർ പാതാളത്തിലേക്ക് പോയി. താവത്തൈത്യാസ്ത്വനുമതിമൃതേ ഭർത്തൃരാരബ്ധയുദ്ധ ദേവോപേതൈർഭവദനുജരൈ സംഗതാഭംഗമാപന് കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാസ്മഃ കിം വോ യുദ്ധൈരിതി ബലിഗിരാ തേഥ പാതാളമാപുകു. 31-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകമാണ്. പാശൈർബദ്ധം പതകപതിനാ ദൈത്യമുച്ചൈരവാദീ താർത്തീകം ദിശ മമ പദം കിം ന വിശേശ്വരോസി. പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇത്യഗംബം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയൻ അസ്തവീത്വാം. മഹാബലിയുടെ നിർദ്ദേശപ്രകാരം ദൈത്യന്മാർ യുദ്ധം നിർത്തി പാതാളത്തിലേക്ക് പോയി. അപ്പോൾ ഭഗവാന്റെ വാഹനവും സേവകനുമായ ഗരുഡൻ ബലിയെ കയറുകൾ കൊണ്ട് കയറ്റി ബന്ധനസ്ഥനാക്കി. അങ്ങ് ത്രൈലോക്യനാഥനാണല്ലോ. സ്വയം ചെയ്ത പ്രതിജ്ഞ അനുസരിച്ച് എനിക്ക് ഒരടി സ്ഥലം കൂടി തരാനുണ്ട്. 3-ാമത്തെ കാലടി ഞാൻ എവിടെ വയ്ക്കും? എനിക്ക് കാണിച്ചു തരിക എന്നിങ്ങനെ ഉച്ചത്തിൽ പറയുന്ന ഭഗവാനോട്, ഭഗവാൻ ഇങ്ങനെ ഉച്ചത്തിലാണ് പറയുന്നത്, ഭഗവാനോട് മഹാബലി വളരെ വിനയാന്വിതനായി അചഞ്ചലമായ സ്ഥൈര്യത്തോടെ ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഭഗവാൻ, 3-ാമത്തെ പാദം ഇനിയിപ്പോൾ എവിടെ വയ്ക്കും? എൻ്റെ മൂർധാവിൽ വെച്ചു കൊള്ളണമേ. മഹാബലി ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ആശ്ചര്യപരതന്ത്രരായിരിക്കുകയാണ്. അന്നേരം മഹാബലിയുടെ മുത്തച്ഛനും ഭഗവാന്റെ വാത്സല്യഭാജനവുമായ പ്രഹ്ലാദൻ സ്വയമേവ അവിടെ എത്തി തൻ്റെ പൗത്രൻ്റെ ധർമ്മനിഷ്ഠയെ ബഹുമാനിച്ചുകൊണ്ട് ഭഗവാനെ പ്രഹ്ലാദൻ സ്തുതിച്ചു. പാശൈർബദ്ധം പദകപതിനാ ദൈത്യമുച്ചൈരവാദി താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി. പാദം മൂർത്തി
പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയൻ അസ്തവീത്വാം. 31-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകം. ദർപ്പോച്ചിത്തൈ വിഹിതമഖിലം ദൈത്യ സിദ്ധോസി പുണ്യേർ ലോകസ്ഥേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജജ പുനരിത്യന്വഗൃണ്ണാബലിം ത്വാം വിപ്രൈ സന്താനിത മഖവര പാഹി വദാലയേശ. മഹാബലിയുടെ അഹങ്കാരമെല്ലാം ശമിപ്പിച്ച ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് മൂടുകയാണ്. അല്ലയോ ദിതിപുത്ര, നിന്റെ അഹങ്കാരം നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത്. നീ പുണ്യവാനാണ്, പുണ്യങ്ങളാൽ നീ സിദ്ധനാണ്. നിനക്ക് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലം എന്ന ലോകം ലഭിക്കുമാറാകട്ടെ. പിന്നീട് ഇന്ദ്രപദവിയും ലഭിക്കട്ടെ. അതിനുശേഷം എൻ്റെ സായുജ്യവും പ്രാപിക്കുക എന്ന് അനുഗ്രഹിച്ച് അവിടെ യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വിപ്രന്മാരാൽ നടത്തപ്പെട്ട ആ ശ്രേഷ്ഠമായ യാഗം വിധിപ്രകാരം തന്നെ പൂർത്തീകരിപ്പിച്ചു ഭഗവാൻ. എന്നിട്ട് ബലിയെ അനുഗ്രഹിച്ചു. ഇപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. വാമനൻ്റെയും മഹാബലിയുടെയും കഥ ഭാഗവതത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഓണത്തിൻ്റെ ഒരു ഐതിഹ്യമായിട്ട് മഹാബലിയെക്കുറിച്ച് ഇങ്ങനെയല്ല കേട്ടിട്ടുള്ളത്. അത് വേറെ ഒരു ഐതിഹ്യം പോലെയാണ്. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി വാമനൻ എന്നൊക്കെ. വാസ്തവത്തിൽ അതെവിടെ നിന്നാണെന്ന് നമുക്കറിയില്ല. എങ്കിലും മഹാബലി എന്ന ദൈത്യൻ വളരെയധികം വിഷ്ണു ഭക്തനാണ്. വിഷ്ണു ഭക്തന്മാർക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് തീരെ ഒരു കടുകുമണിയോളം പോലും അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. ചെറിയൊരു അഹങ്കാരം ഉണ്ടായാൽ തന്നെ ഭഗവാൻ അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കും. അതിന് കുറേ ആ ഭക്തൻ കഷ്ടപ്പെടേണ്ടി വരും. എങ്കിലും അവന് മനസ്സിലാവും ഇത് തൻ്റെ ചെറിയൊരു അഹങ്കാരം കൊണ്ടുണ്ടായ കഷ്ടപ്പാടാണ് എന്ന്. അപ്പോൾ ഓർക്കുക, വിഷ്ണു ഭക്തന്മാർ ഒരിക്കലും അഹങ്കാരികളാകരുത്, വിനയാന്വിതരാവണം. ഭഗവാന്റെ ആ ഒരു പാദത്തിൽ തൻ്റെ മനസ്സർപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാവും എന്നാണ് നമുക്കിതൊന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ മഹാബലി ഏറ്റവും പ്രശസ്തനും ധർമ്മിഷ്ഠനും ദാനശീലനും ഒക്കെ ആയിട്ടുള്ള ഒരു ദൈത്യ രാജാവാണ്, ദൈത്യ ചക്രവർത്തിയാണ് അല്ലെങ്കിൽ. അപ്പോൾ അദ്ദേഹം 3 ലോകങ്ങളും കീഴടക്കി ദേവന്മാരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി അങ്ങനെയുള്ള ചില അഹങ്കാരത്തോടു കൂടിയുള്ള പ്രവർത്തികളാണ് അദ്ദേഹത്തിന് ഈ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവസാനം അതെല്ലാം ഭഗവാനിൽ തൻ്റെ അഹന്തയും എല്ലാം തന്നെ സമർപ്പിച്ച് അദ്ദേഹം മുക്തി നേടി എന്നാണ് ഈ കഥയിൽ നാം പറയുന്നത്. അങ്ങനെ വാമനാവതാരം ഇവിടെ പൂർത്തിയാവുകയാണ്. ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യേർ ലോകസ്ഥേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായൂജ്യം ഭജജ പുനരിത്യന്വഗൃണ്ണാത് ബലിം താം
വിപ്രൈ സന്താനിതമഖവരഃ പാഹി ബാധാലയേശ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ ഞങ്ങളെ രക്ഷിക്കണമേ.